ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് പത്രോസ് പറയുന്ന മറുപടിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവായ യേശു ക്രിസ്തു അവനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവീൻ എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറയുന്ന മറുപടി, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. യഥാർത്ഥത്തിൽ പത്രോസ് ഇവിടെ പറയുന്ന മറുപടി താൻ അനുഭവിച്ചതായ, താൻ നേർക്കണ്ടതായ തൻ്റെ സാഹചര്യം എങ്ങനെ എന്ന് വ്യക്തമാക്കുന്നതാണ്. എന്നാൽ പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ അധ്വാനിച്ചിട്ട്, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് പറഞ്ഞ് വലയിറക്കുന്നതായ ഒരു പത്രോസിനെയാണ് കാണുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, പത്രോസിൻ്റെ സാഹചര്യം, പത്രോസ് അനുഭവിച്ചതായ എക്സ്പീരിയൻസ് ഈ മറുപടിയിൽ നമുക്ക് കാണുവാൻ കഴിയും. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും ലഭിച്ചില്ല, പക്ഷേ നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്നാണ് പത്രോസ് പറയുന്നത്. പത്രോസിനെ പറ്റി നാം പഠിക്കുമ്പോൾ പത്രോസിൻ്റെ ജീവിതത്തിൽ പല മേഖലകളിൽ, പല ഇടങ്ങളിൽ വെച്ച് അവിശ്വാസത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരുപക്ഷെ പത്രോസ് യേശുവിനെ കാണുന്നതിന് മുമ്പും കണ്ടുമുട്ടിയതിന് ശേഷവും ഈ ഒരു പ്രത്യേകത പത്രോസിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇവിടെ പത്രോസ് കർത്താവിനോട് തൻ്റെ സാഹചര്യം, താൻ അനുഭവിച്ചത് എന്താണെന്ന് പങ്കുവെക്കുകയും അതിനോട് ചേർന്ന് തന്നെ പത്രോസ് പറയുന്നു, എങ്കിലും നിൻ്റെ വാക്കിനെ ഞാൻ വലയിറക്കാം എന്ന് പറഞ്ഞ് വലയിറക്കി. അതിനുശേഷം ഒരു വലിയ അത്ഭുതം കർത്താവ് അവിടെ ചെയ്യുന്നതായിട്ട് നാം കാണുന്നു. ശൂന്യമായിട്ട് കിടന്ന, ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന പത്രോസിൻ്റെ ജീവിതത്തിൽ യേശു ചെയ്യുന്ന ഒരു വലിയ അത്ഭുതമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവൻ്റെ പടകിനെ ദൈവം എന്തു ചെയ്തു? നിറയ്ക്കുവാനായിട്ടിടയായിത്തീർന്നു. ശൂന്യമായി കിടന്ന അവൻ്റെ പടകിനെ കർത്താവ് നിറയ്ക്കുവാനായിട്ടിടയായിത്തീർന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവജനമേ, പത്രോസിനെ പറ്റി നാം ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ വചനമനുസരിച്ച് നാം ധ്യാനിക്കുമ്പോൾ, തൻ്റെ അധ്വാനത്തോട് ഒന്നും കൂട്ടുവാൻ അവന് കഴിഞ്ഞില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചത് വൃഥാവായി പോയി എന്ന് ചിന്തിച്ച് ജീവിതത്തിൽ അനുഭവിച്ചു നിൽക്കുന്ന വ്യക്തിയാണ് പത്രോസ്. പക്ഷേ പത്രോസ് ചിന്തിച്ചില്ല, തൻ്റെ പടക് അല്ലെങ്കിൽ തൻ്റെ വള്ളം ഇത്രയധികം മീനെ കൊണ്ട് നിറയുമെന്ന് ഒരിക്കലും അവൻ ചിന്തിച്ചില്ല. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവജനമേ, ഇവിടെ നിന്നുകൊണ്ടൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മീൻപിടുത്തം തൊഴിലാക്കിയതായ പത്രോസ്, ഉപജീവന മാർഗം, പത്രോസിൻ്റെ ഉപജീവന മാർഗമെന്ന് പറയുന്നത് മീൻപിടുത്തമാണ്. അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാത്ത അവസ്ഥയിൽ അവൻ്റെ ഉപജീവന മാർഗത്തെ അനുഗ്രഹിച്ച ഒരു ദൈവത്തെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അധ്വാനിച്ചിട്ടും ഒന്നും ലഭിച്ചില്ലെന്ന് പരാതി പറഞ്ഞ പത്രോസിൻ്റെ കണ്ണിൽ അത്ഭുതം തോന്നുമാറ്, അതിശയം തോന്നുമാറ് അവൻ്റെ പടകിനെ നിറച്ചൊരു ദൈവത്തെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും തങ്ങളുടെ ജീവിതത്തിൽ ശൂന്യത മാത്രം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ ഏത് ജോലി ചെയ്തിട്ടും ഒരു ഉയർച്ച ഉണ്ടാകാതെ, ഉപജീവന മാർഗത്തിൽ നിന്ന് ഒരു നന്മ പ്രാപിക്കുവാൻ കഴിയാതെ, പ്രയാസത്തോടെ ആ ജോലിയിൽ തന്നെ തുടരുന്ന ആരെങ്കിലും എന്നെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, യേശുവിൻ്റെ വാക്കിന് നിങ്ങൾ വലയിറക്ക്.
നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയെ തന്നെ അനുഗ്രഹിച്ച് നിങ്ങൾ ശൂന്യമെന്ന് കരുതുന്ന നിങ്ങളുടെ ജോലിയിൽ നിന്ന് ഉപജീവന മാർഗത്തിലൂടെ തന്നെ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു വലിയവനായിരിക്കുന്ന ദൈവമുണ്ട്. പത്രോസ് പറഞ്ഞു, ഞാൻ അധ്വാനിച്ചു, ഞാൻ ചെയ്ത ജോലി കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനമില്ല, ശൂന്യത മാത്രമാണ്, ഒരു നേട്ടവും എനിക്കുണ്ടായില്ല, വെറുതെ ഞാൻ അധ്വാനിച്ചു എന്ന് പറഞ്ഞ പത്രോസിൻ്റെ അതേ ഉപജീവന മാർഗം കൊണ്ട്, അതേ ഉപജീവന മാർഗത്തിലൂടെ, അതേ പടകിലൂടെ, അതേ വലയിലൂടെ അവനെ അനുഗ്രഹിച്ച ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഉപജീവന മാർഗം അനുഗ്രഹിക്കപ്പെടുന്നില്ല, ഞാൻ അധ്വാനിച്ചിട്ട് ഫലമില്ലെന്ന് ആരെങ്കിലും വ്യസനത്തോടുകൂടെ ചിന്താഭാരത്തോടുകൂടെ എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, പത്രോസിൻ്റെ പടകിനെ നിറച്ച ദൈവം, അവൻ്റെ ഉപജീവന മാർഗത്തെ അനുഗ്രഹിച്ചവനായ ദൈവം നിങ്ങളുടെ ഉപജീവന മാർഗത്തെ ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഇന്ന് പകൽക്കാലം ഉപജീവന മാർഗത്തിൽ കൂടെ ഒരു അഭിവൃദ്ധി ലഭിക്കാതെ, ഒരു ഫലപുഷ്ടിയുടെ അവസ്ഥയില്ലാതെ വളരെ നാളുകളായി കഷ്ടപ്പെടുന്നതായ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ അവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നിനക്കും നന്മ വരുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൂരത്തും ചാരത്തും ഇരുന്ന് കേൾക്കുന്ന ആരെങ്കിലും ഈ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ഉപജീവന മാർഗം വിടുവിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ശൂന്യത മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അവർക്കൊരു നല്ല കാലം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.